പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അതൊക്കെ ഉണ്ട് എൻ്റെ കൊച്ചാദ്യം കണ്ണടക്ക്. ഡെവി പറയേണ്ട താമസം ഇത്ര കണ്ണുകൾ ഇറുകിയടച്ചതും ഡെവി ചിരിയോട് അവളോട് ചേർന്നിരുന്ന് കയ്യിലെ പൊതിയടിച്ചു. ദേവ, കണ്ണ് തുറക്കരുതിട്ടോ. ഡെവി തൻ്റെ കയ്യിലെ പൊതിയിൽ നിന്നും കുഞ്ഞൊരു ബോക്സ് എടുത്ത് തുറന്നുകൊണ്ട് മിത്രിയോട് പറഞ്ഞു. ഇല്ല, ഈ ചായം പറയാൻ തുറക്കത്തില്ല. ഡെവി പറഞ്ഞത് കേട്ട് മിത്ര കണ്ണുകൾ ഇറുകിയടിച്ച് ചിരിയോടെ പറഞ്ഞതും ഡെവി ആ കുഞ്ഞു ജ്വല്ലറി ബോക്സ് തുറന്ന് അതിലുള്ള സാധനം എടുത്ത് മിത്രയോട് ചേർന്നിരുന്നു. ആ ഇച്ചായ വേദനിക്കുന്നു, എന്തീ ചെയ്യുന്നേ? മൂക്കിൽ വേദന തോന്നിയതും മിത്ര ഡെവിയുടെ കയ്യിൽ പിടിച്ച് വേദന കാരണം കണ്ണുകൾ തുറക്കാൻ പറ്റാതെ പറഞ്ഞു. ഒന്നുമില്ല ദേവ, കഴിഞ്ഞു, ഇനി കണ്ണു തുറന്നു. അതും പറഞ്ഞ് രവി ടേബിളിലുള്ള കുഞ്ഞു കണ്ണാടിയത് മിത്രയുടെ മുഖത്തിന് നേരെയായി പിടിച്ചു. ഇച്ചായ ഇത്? കണ്ണാടിയിൽ കണ്ട തൻ്റെ പ്രതിബിംബത്തിൽ തൻ്റെ മൂക്കിൽ കിടക്കുന്ന പുതിയ വെള്ള കുഞ്ഞ് ഡയമണ്ട് കല്ലുകൾ വെച്ച് നക്ഷത്രം പോലുള്ള മൂക്കുത്തി കണ്ട് മിത്രയ്ക്ക് സന്തോഷവും ആശ്ചര്യവും അടക്കാൻ കഴിയാതെ കലങ്ങിയ കണ്ണുകളോട് ചോദിച്ചു. എന്നതാ, നിനക്ക് ഇഷ്ടമായില്ലെങ്കിലേ നമുക്ക് മാറ്റി വാങ്ങാം. ഡെവി മിത്രയെ ചേർത്ത് പിടിച്ച് അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. വേണ്ട, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. മിത്ര ഡെവിയുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും ഡെവിയും അവളുടെ മൂക്കിൽ മുമ്പിൽ ചുണ്ട് ചേർത്തു. നിന്റെ ആ മൂക്കുത്തിയുടെ സ്പേസ് ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതായിരുന്നു നിനക്കൊരു മൂക്കുത്തി വാങ്ങണമെന്ന്. ഇപ്പോഴാ അതിന് ക്യാഷ് തികഞ്ഞത്. ഇതിട്ടിട്ട് നിനക്ക് നല്ല ഭംഗിയുണ്ടേ. ഡെവി വിരൽ കൊണ്ട് പതിയെ ആ മൂക്കുത്തിയിൽ തൊട്ടു നോക്കി ചിരിയോടെ പറഞ്ഞു. എന്തിനാ ചായപ്പ് ഇത് വാങ്ങിയത്? ഇതിന് അത്യാവശ്യം നല്ല ക്യാഷ് ആയിട്ടുണ്ടാകുമല്ലോ. ആവശ്യത്തിന് ചെലവുകൾ ഇപ്പം തന്നെ ഇല്ലേ? മിത്രയെ അവിടുത്തെ കഷ്ടപ്പാട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഡെവിയെ നോക്കി വിഷമത്തോടെ ചോദിച്ചു. ഇപ്പോൾ ഉള്ള ചിലവൊക്കെ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതാ. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചു വിഷമിക്കണ്ട. നിന്നെ പൊന്നിട്ട് മൂടണം എന്നൊക്കെ ഉണ്ട് കൊച്ചേ. എനിക്ക് പക്ഷേ അതിന് കഴിയാതെ പോയല്ലോ. മിത്രയെ നോക്കിയതിന് കഴിയാത്ത വിഷമത്തിൽ ഡെവി പറഞ്ഞു. എനിക്കതൊന്നും വേണ്ട ചായ, ഈ നെഞ്ചിലെ സ്നേഹം മാത്രം മതി. മരണം വരെ എന്നെ ഇങ്ങനെ സ്നേഹിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. മിത്ര ഡെവിയെ ഇറുകപ്പെടുന്നത് അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞതും ഡേവിഡ് സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ച ആ നെറുകയിൽ സ്നേഹത്തോടെ ചുണ്ടമർത്തി. ഇന്ന് വല്ലതും പഠിച്ചോ ദേവ? അതോ ബുക്ക് തന്നെ എടുത്തു നോക്കിയിട്ടില്ലേ? തൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ഡെവി ചോദിച്ചത് കേട്ട് മിത്ര മുഖം പോയിട്ട് അവനെ കോർപ്പിച്ച് നോക്കി. ഈ ചാൻ എപ്പോഴും ഈ ഒരു വിചാരമേ ഉള്ളൂ. ഈ റൊമാൻറ്റിക് ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മനുഷ്യൻ എങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നത്? മിത്ര ഡെവിയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. നീ സ്വന്തം കാര്യം നിൽക്കാതെ എനിക്കൊരു സമാധാനമല്ല കൊച്ചി. നിന്റെ പാടത്തൊക്കെ എനിക്കറിയാം നീ. ഡെവി ചിരിയോടെ മിത്രയുടെ മുഖത്ത് വീണ മുടിയിഴകൾ വാടിയൊരുക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്. ഈ ചായ നീ ആദ്യം തുടങ്ങി എൻ്റെ സന്തോഷം കളയണ്ട. മിത്ര ഡെവിയുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞ് വീണ്ടും ഡെവിയെ ചുറ്റിപ്പിടിച്ചിരുന്നു. അതെ, സമയം ഒന്ന് കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഇരിക്കണം, ഉറങ്ങണ്ടേ? തൻ്റെ നെഞ്ചിൽ പറ്റിയിരിക്കുന്ന മിത്രയെ നോക്കിക്കൊണ്ട് ഡെവി ചോദിച്ചു. വേണ്ട, ഉറങ്ങണ്ട. മിത്ര മുഖമൊയ്ത് ഡേവിഡിനെ നോക്കാതെ അവനെ നെഞ്ചിൽ കിടക്കുന്ന ചെയിലിനെ കുരിശുലോകത്തിൽ പിടിച്ച് കളിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നാളെ ക്ലാസ്സുള്ളതാ. ഉറങ്ങിയില്ല എൻ്റെ കൊച്ച് നാളെ ക്ലാസ്സിൽ നിന്ന് ഉറക്കം തോങ്ങേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ കൊച്ച് ഈ ചായനെ മൂട് മാറ്റാതെ വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ലേ പിന്നെ എൻ്റെ കൊച്ചിന്ന് ഉറങ്ങിന്ന് വരില്ല. തൻ്റെ നെഞ്ചിൽ തരുകി നടക്കുന്ന മിത്രയുടെ വിരലുകളെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാനങ്ങ് സഹിച്ചോളാം. അതും പറഞ്ഞ് മിത്ര ഒന്ന് ഉയർന്നു വന്ന് ഡെവിയുടെ മുഖം കയ്യിൽ കോരിയെടുത്തു. എനിക്ക് ചായനെ സ്നേഹിക്കാൻ തോന്നുക. പ്രണയത്തോടെ ഡെവിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അതും പറഞ്ഞ് മിത്ര ഡെവിയുടെ മുഖത്തെല്ലാം തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ച് പതിയെ അവൻ്റെ അതിരങ്ങൾ കടിച്ചെടുത്ത് നുണയാൻ തുടങ്ങിയതും ഡെവിയും അവളെ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്ത് ചുംബിക്കാൻ തുടങ്ങിയിരുന്നു. തൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ ധ്യാൻ ശ്വാസം പോലും എടുക്കാൻ മറന്ന് അനങ്ങാൻ പറ്റാതെ നിന്നു. ഇതേ സമയം കുളിച്ച് ബാത്തബിലും ചുറ്റി കുളി കഴിഞ്ഞ് വന്ന് മിററിന്റെ മുന്നിൽ നിന്ന് കയ്യിലും കഴുത്തിലും ഒക്കെ ലോഷൻ പുരട്ടുകയാണ് രാധു. പെട്ടെന്ന് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതും ഡോറിന്റെ അടുത്ത് വാ പൊളിച്ച് നിൽക്കുന്ന ധ്യാനിനെ കണ്ടതും രാധുവും ഞെട്ടി പിറകിലേക്ക് ചാഞ്ഞതും രാധുവിന്റെ കഷ്ടകാലത്തിന് രാധു ചുറ്റിയിട്ട് അവലടിഞ്ഞു വീണതും ഞെട്ടല് കാരണം ഇരുവരുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. പെട്ടെന്ന് ബോധം വന്നതുപോലെ ധ്യാൻ ആയാസപ്പെട്ട് രാധുവിൽ നിന്ന് കണ്ണുകൾ മാറ്റി വേഗം തിരിഞ്ഞു നിന്നു. വല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കടി. ധ്യാൻ പറഞ്ഞത് കേട്ടതും രാധു ബോധം വന്നതുപോലെ താഴെ വീണ് കിടക്കുന്ന ബാത്തബിലെടുത്ത് വാരി ചുറ്റി കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടിപ്പോയി വാതിലടച്ചതും രാധു ബാത്റൂമിലേക്ക് പോയതറിഞ്ഞ് ധ്യാൻ വേഗം ആളിലേക്ക് നടന്ന് ടേബിളിൽ വെച്ച് ജഗ്ഗിലെ വെള്ളം എടുത്ത് വായിലേക്ക് കമഴ്ത്തി ആർത്തിയോടെ കുടിച്ചു. കണ്ണിൽ നിന്നും ആ കാഴ്ച ഇപ്പോഴും പോകാത്തതുപോലെ തോന്നിയതും
ധ്യാൻ തലയൊന്ന് കുറഞ്ഞ് സെറ്റിയിൽ വന്നിരുന്നു. ഓ, ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്ത് നിന്നത് നന്നായി, ഇല്ലെങ്കിൽ ആ പെണ്ണ് കാരണമൊക്കെ കോളായേനെ. രാധവൻ അങ്ങനെ കണ്ടത് ആലോചിച്ചപ്പോൾ നെറ്റിയിലൂടെ ചാലിട്ടൊഴുകുന്ന വിയർപ്പ് കൈകൾ കൊണ്ട് ധ്യാൻ ഒപ്പിക്കൊണ്ട് സ്വയം പറഞ്ഞിരിക്കുമ്പോഴാണ് ഡ്രസ്സ് മാറ്റി നനഞ്ഞ മുടി മുന്നിലേക്കിട്ട് മാടി ഒതുക്കിക്കൊണ്ട് രാധ അങ്ങോട്ട് വന്നത്. എന്തോ അവനവളെ നോക്കാൻ ഉള്ളിലൊരു ചളിപ്പ് തോന്നിയതും ധ്യാൻ അവളിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു. അതെ, ഇന്ന് രാത്രി കഴിക്കാനെന്താ? ഒരു ഭാവമാറ്റവും ഇല്ലാതെ രാധവന്റെ ചോദ്യം കേട്ട് ധ്യാൻ വാപിടിച്ച് മുഖം ഉയർത്തി അവളെ നോക്കി. നേരത്തെ നടന്നതിൻ്റെ ഒരു ചളിപ്പോ നാണമോ ചമ്മലോ ഒന്നും അവളുടെ മുഖത്തില്ലെന്ന് അവന് മനസ്സിലായി. ഈ എന്താ ചോദിച്ചേ? രാധ വീണ്ടും ചോദ്യം ആവർത്തിച്ചതും ധ്യാൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നിങ്ങളുടെ ബോധം പോയോ? രാത്രി കഴിക്കാൻ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. രാധ ഇടുപ്പിൽ കൈകുത്തി ധ്യാനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ബോധം പോകാഞ്ഞത് എൻ്റെ ഭാഗ്യം, രാധ പറഞ്ഞത് കേട്ട് ധ്യാൻ മനസ്സിൽ പറഞ്ഞു. അത് പിന്നെ ഞാൻ ചിക്കൻ വാങ്ങി വന്നിട്ടുണ്ട്, ചപ്പാത്തിയും ചിക്കനും ഉണ്ടാക്കാം എന്നാ കരുതുന്നത്. കഷ്ടപ്പെട്ട് അവളിൽ നിന്നും കണ്ണുകൾ മാറ്റിക്കൊണ്ട് ധ്യാൻ പറഞ്ഞു. ഞാൻ റൂമിലുണ്ടാകും, കഴിക്കാനാകുമ്പോൾ വിളിച്ചാൽ മതി. ധ്യാനെ ഒന്ന് ഇരുത്തി നോക്കി അതും പറഞ്ഞ് രാധ റൂമിലേക്ക് പോയി. ഈശ്വര, ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിന് നാണെന്ന് പറയുന്നൊന്നുമില്ലേ? രാധവിന് ഒന്നും സംഭവിക്കാത്ത പോലുള്ള പെരുമാറ്റം കണ്ട് ധ്യാൻ മനസ്സിൽ പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്ന കവറുകളും എടുത്ത് ധ്യാൻ കിച്ചണിലേക്ക് പോയി. രാത്രിയിലേക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് ധ്യാൻ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് തിരക്ക് പിടിച്ച് എഴുതുന്ന രാധവിനെയാണ്. അവളെ ശല്യം ചെയ്യാതെ ധ്യാൻ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങുമ്പോഴും രാധ നിർത്താതെ എഴുതുകയായിരുന്നു. നീ എന്താ ഇത്ര തിരക്ക് പിടിച്ച് എഴുതുന്നത്? ഒരു കാവിക്കൈലി മാത്രം എടുത്ത് തോർത്തുകൊണ്ട് തലതെടിച്ച് രാധവിന് അരികിലേക്ക് വന്നുകൊണ്ട് ധ്യാൻ ചോദിച്ചു. നിങ്ങൾ തന്നെയല്ലേ എനിക്ക് നിംബോഷം തന്നത്, മറന്നുപോയോ? ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. നീ അതാണോ ഇത്ര തിരക്ക് പിടിച്ചിരുന്ന് എഴുതുന്നത്? അതെ, ഇത് നാളേക്ക് എഴുതി കംപ്ലീറ്റ് ആക്കിയാലല്ലേ നിങ്ങൾ എന്നെ നാളെ ക്ലാസ്സിൽ കയറ്റൂ. രാധ എഴുതുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. സോറി, ഞാനപ്പോൾ അത് എഴുതി പറഞ്ഞതാ, നീ അത് എഴുതണ്ട. ധ്യാൻ എഴുതണമെന്ന് പറഞ്ഞത് കേട്ട് രാധവിന് മനസ്സിൽ എടുപൊട്ടിയെങ്കിലും അവൾ തൻ്റെ സന്തോഷം അടക്കി നിർത്തി ധ്യാനെ നോക്കി. നിങ്ങൾക്ക് ദേഷ്യം തീർക്കാനുള്ള വസ്തുവാണോ ഞാൻ? നിങ്ങൾ ഒരിക്കലും എന്നെയോ എൻ്റെ മനസ്സിനെയോ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തത്. രാധ ധ്യാനെ നോക്കി ശബ്ദം ഘടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സോറി അനുരാധ, നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ചെയ്തതാണ്. നിനക്ക് ഇത്രമാത്രം ഫീലാകുമെന്ന് കരുതിയില്ല. നിനക്കിപ്പോഴും അത് ഉൾക്കൊള്ളാനായിട്ടില്ലെങ്കിൽ നമുക്ക് പിരിയാം. വെറുതെ ഇഷ്ടമില്ലാതെ ജീവിതം ജീവിച്ച് തൻ്റെ ലൈഫ് കളയണ്ടല്ലോ. നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. രാധവിനെ ഒളിക്കണ്ടിട്ട് നോക്കി മുഖത്ത് ആവശ്യത്തിൽ കൂടുതൽ സങ്കടം വാരി വിതറിക്കൊണ്ട് ധ്യാൻ പറഞ്ഞു. ഞാൻ കെട്ടിയ താലിയും കഴിച്ചത് നിനക്ക് ഇനിയും നിന്നിലൊരു ഭാരമായിട്ട് അത് വേണ്ട. ഒന്നും പറയാതെ നിൽക്കുന്ന രാധവിനെ നോക്കി വീണ്ടും ധ്യാൻ പറഞ്ഞതും രാധ ഞെട്ടി അവനെ നോക്കി. പിന്നെ തന്നെ നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന താലി തൻ്റെ കൈക്കുമ്പിളിലെടുത്തു.